ചിന്തയിലേക്ക് കടന്നു വന്ന ഒരു വേദഭാഗം വായിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. And I would like to turn your attention to the word of God this morning. ചെറിയാച്ചൻ കഴിഞ്ഞ പല ആഴ്ചകളായി ഇവിടെ സംസാരിച്ച ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ഭാഗം വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. And this portion is in relationship to what Pastor Cherian already spoke about. 73-ാം സങ്കീർത്തനത്തിന്റെ 25-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു. Psalm 73 verses 25. സ്വർഗ്ഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. Whom have I in heaven but you, and on earth nothing I desire besides you. ആസാഫിന്റെ ജീവിതത്തെ പറ്റി പല ആഴ്ചകളിലൂടെ കർത്താവിന്റെ ദാസൻ സൂക്ഷിപ്പാൻ നമ്മിടയായി. The Son of God talked about the life of Asaph many times. ഇവിടെ ആസാഫ് ചോദിക്കുകയാണ്, സ്വർഗ്ഗത്തിൽ എനിക്ക് ആരുള്ളൂ. Here Asaph is asking, who do I have in heaven besides you? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. Even on earth I desire nothing but you. ആ ദൈവത്തിന്റെ ദാസനുടെ ഈ 73-ാം സങ്കീർത്തനം സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വാക്യം എന്റെ ചിന്തയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. When the Son of God was ministering, this verse came into my life. കഴിഞ്ഞ രാത്രി ഈ വേദഭാഗം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനോടനുബന്ധിച്ച മറ്റൊരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. And as I was meditating on these words yesterday, a different thought came to me. സ്വർഗ്ഗത്തിൽ എനിക്ക് എന്തുള്ളൂ? Who do I have in heaven? ആ സ്വർഗ്ഗത്തിൽ നമുക്ക് എന്തുണ്ട് എന്നുള്ള ചില കാര്യങ്ങളെ പറ്റി ചിന്തിപ്പാനാണെന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. That is my thought for this morning, is that what do we have in heaven? നാം എല്ലാവരും സ്വർഗ്ഗത്തിൽ ചെല്ലണമെന്ന് താല്പര്യമുള്ളവരാണ്. All of us wish in our lives that we need to get into heaven somehow. സ്വർഗ്ഗത്തിൽ ചെല്ലുന്നതിന് വേണ്ടി നമ്മൾ വളരെയധികം പരിശ്രമിക്കുന്നവരാണ്. And we try so hard in life to get to heaven. നമ്മൾ കഴിയുന്നിടത്തോളം അതിനു വേണ്ടി ജീവിക്കുന്നവരാണ് നാം. How much ever we can, we live to get to heaven. എന്നാൽ നാം സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമ്മോടുള്ള ബന്ധം നമുക്ക് എന്തൊക്കെ കാണുവാനായിട്ട് അറിയുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. But in relationship to each and every one of us, when we get to heaven, what is in store for us? അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. Let me turn your attention to the book of Luke. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. From Luke chapter 10. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കൽ ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടക്കുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പി. കർത്താവ് പറഞ്ഞതായ വാക്കുകളാണ് നമ്മുടെ വായിച്ചു കേട്ടത്. These are the words that were spoken by Jesus that we just read. 10-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ തുടങ്ങുന്ന പ്രകാരമാണ്. And when we start from chapter 10, we start like this. അനന്തരം കർത്താവ് 70 പേരെ നിയമിച്ചതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. We see that the Lord appointed 72 people. അവരെ ഓരോ പട്ടണത്തിലേക്ക് കർത്താവ് അയക്കുവാനായിട്ട് ഇടയായി. And he sends these 72 into different cities. അവരെ രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവ് അധികാരം കൊടുത്തു. And God gave them authority so that they can heal the sick. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന പ്രസംഗിപ്പാനായിട്ട് അവർക്ക് അധികാരം കൊടുത്തു. And gave them the authority to preach that the kingdom of God is near. വായിച്ചു കേട്ടതായ വേദഭാഗത്ത് അവർ മടങ്ങി വരുന്ന കാര്യമാണ് വായിച്ചു കേട്ടത്. What we have just read is after their ministry they come back to Jesus. അവർ കർത്താവ് കൊടുത്ത അധികാരം ഉപയോഗിച്ച് ശുശ്രൂഷകളൊക്കെ ചെയ്തതിനു ശേഷമായി അവർ മടങ്ങി വരികയാണ്. And after doing the authority with the authority that has been given to them, after doing the ministry they come back to Jesus. വാക്യം വായിക്കുന്ന പ്രകാരമാണ്. In verses 17 it's written like this. 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. And the 72 returned with great joy. എന്നിട്ട് അവർ കർത്താവിനോട് പറയുകയാണ്. And they tell the Lord like this. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് Oh പറഞ്ഞു. Lord, even demons shall fall before your name. കർത്താവ് പറഞ്ഞു, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം. The Lord says that you need to heal the sick. ദൈവരാജ്യം പ്രസംഗിക്കണം. And you have to talk about the kingdom of God. അവരുടെ ശുശ്രൂഷയുടെ മധ്യത്തിൽ പല ഭൂതങ്ങളെ കീഴടങ്ങുവാൻ നമ്മിടയായി. But in their ministry they saw that many demons were subjected to that message. അത് കണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ മടങ്ങി വരികയാണ്. When they saw this, they were exceeding joy. They had exceeding joy. They came back. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എന്തെങ്കിലും സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്തെങ്കിലും നമ്മിൽ കൂടെ ചെയ്യുമ്പോഴാണ്. And when we have joy in our lives, it is because God did something in our lives. നമുക്ക് ജോലിയുണ്ടെന്നുള്ള കാര്യം സന്തോഷമാണ്. It is very happy that we all have jobs. നമുക്ക് നല്ല കുടുംബമുണ്ടെന്നുള്ള കാര്യം സന്തോഷമാണ്. It is a happy thing that we all have good families. നമുക്ക് ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നല്ല കാര്യമാണ്. It is good that we have amenities in our lives. എന്നാൽ ദൈവത്തിന്റെ ജീവിതത്തിൽ കർത്താവ് നമ്മിൽ കൂടി എന്തെങ്കിലും ചെയ്യുമ്പോൾ സന്തോഷത്തെ പോലെ മറ്റൊരു സന്തോഷമില്ല. Hallelujah. But in a child of God, in their life, if there is any happiness to be boasted about, it is because God did something in your life. അതുകൊണ്ട് അവർ സന്തോഷത്തോടെ മടങ്ങി വന്നു. Therefore they came back exceeding joy. കർത്താവിനോട് പറയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. They tell Jesus, Lord, even in your name the demons submit to us. കർത്താവ് അവരോട് പറയുകയാണ്, The Lord tells them, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്ന ഞാൻ കണ്ടു. I saw Satan fall like lightning from heaven. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം I തരുന്നു. have given authority so that you can trample over snakes and scorpions. നിങ്ങൾക്ക് ഒന്നും നിങ്ങൾ
harm you again. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്ന അത്രയും സന്തോഷം. However, do not rejoice that the spirits were submitted to you, but rejoice because your names were written in heaven. കർത്താവ് അധികാരം തന്നാൽ സകലത്തിന്മേലും അധികാരം ലഭിക്കും. When God gives you authority, you get the authority over everything. കർത്താവ് അധികാരം തന്നാൽ രോഗത്തിന്മേൽ അധികാരമുണ്ട്. And when you get that authority, you have authority over sickness. കർത്താവ് അധികാരം തന്നാൽ ഭൂതത്തിന്മേൽ അധികാരമുണ്ട്. You have authority over demons. കർത്താവ് അധികാരം തന്നാൽ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുണ്ട്. Oh, you have the authority against any enemy that might come in against you. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ പതിനെ ഇല്ലായ്മയാക്കുവാൻ പരിശ്രമിക്കുന്ന ശത്രുവിന്റെ കരങ്ങളുണ്ട്. But there is also the hands of the devil that might want to destroy you. എന്നാൽ അതിന്റെ നടുവിൽ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But I praise God because He kept us safe amongst them. ദൈവസഭ വളരണമെന്ന് കർത്താവ് The ആഗ്രഹിക്കുന്നു. Lord wants that the church should grow. ദൈവസഭ മുന്നേറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. The Lord wants that the church should succeed. അതിനെ മുന്നേറ്റുവാൻ കഴിയാതെ വണ്ണം പരിശ്രമിക്കുന്ന ശത്രുവിന്റെ And പ്രവർത്തനങ്ങളുണ്ട്. there are spirits that might prevent that from happening. ഇന്ന് രാവിലെ മുതൽ ദൈവാത്മാവ് നമ്മുടെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. All throughout the morning, the Spirit of the Lord has been intervening in us. ഐക്യതയുള്ളവരായ സ്നേഹത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കണമെന്ന് കർത്താവ് The ആഗ്രഹിക്കുന്നു. Lord wishes that in unity and love be in the presence of God. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. Let us see that our next brother that is higher than us. അങ്ങനെയൊക്കെ നാം ചെയ്യുമ്പോൾ ദൈവസഭ വളരുവാനിടയാകും. And when we do such a thing, our church will grow. ദൈവസഭ Hallelujah. വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. Oh, when the church is growing more and more, is Satan coming and attacking എന്നാൽ ഒരു us. കാര്യം എനിക്കറിയാം, കർത്താവ് അറിയാതെ ഒരു കാര്യവും നടക്കത്തില്ല. But I know one thing, we thought nothing is hidden from God. അതിന്മേലെല്ലാം അധികാരമുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവാണ്. Oh, there is only one person that has authority over everything, that is our God. മുന്നോട്ട് കടന്നു പോകട്ടെ. And go forward. ഇവര് സന്തോഷത്തോടെ കർത്താവിന്റെ അടുക്കൽ വന്നു. They come back with exceeding joy. കർത്താവിന്റെ മുഖഭാവം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു. And the Lord looks at them. അവരെ വിട്ടപ്പോഴുള്ള മുഖഭാവമല്ല It ഇപ്പോഴുള്ളത്. is not the same face that they had when they were let go. അവർ പോയപ്പോൾ പല ചിന്തകളോടാണ് പോയത്. When they went away from Jesus, they had different thoughts. ഞങ്ങൾ ഈ ഗ്രാമത്തിൽ പോയാൽ പട്ടണത്തിൽ പോയാൽ ആര് ഞങ്ങളെ കൈക്കൊള്ളും? They probably thought, once I go to the village, who is going to accept us? എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്ന് അവർ ചിന്തിച്ചു കാണും. They probably thought, how are they going to receive us? എന്നാൽ ദൈവം നിന്നെ വിട്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കൊള്ളും. Oh, but if God sends you out, then He will take care of you. ദൈവമാണ് നമ്മെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. If God has called and separated you, then He is your provider. വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. You believe that? Lift up your hands, hallelujah. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. There's something that I pray for every day. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ആലയം തരാമെന്ന്. The Lord says that I shall give you a new temple. ആലയം മാത്രം തരാമെന്ന് പറഞ്ഞ് കർത്താവ് നിർത്തിയില്ല. And God did not say that I'll give you worship place and stop there. ആലയം നിറച്ച ആത്മാക്കളെ തരാമെന്ന് കർത്താവ് He പറഞ്ഞു. also promised that until the worship place is full, I will give you അത് souls. പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദിനംതോറും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. I completely believe that as I pray every day. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. If that is so, let us together pray and God will do miracles. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങളൊക്കെ കീഴടങ്ങി നല്ല കാര്യമാണ്. And it says that demons are subjected to you. That's a good thing. ആ രോഗികൾ സൗഖ്യമായത് നല്ല കാര്യമാണ്. Oh, sick people got healed. That is also good. ദൈവരാജ്യം പ്രസംഗിച്ചത് നല്ല Oh, കാര്യമാണ്. you preached about the kingdom of God. That is also good. സന്തോഷിക്കുന്ന നല്ല കാര്യമാണ്. It is good that you're happy about it. സംഭവിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. And when this happens to you, you have to be happy. ആത്മാക്കൾ കടന്നു വരുമ്പോൾ സന്തോഷിക്കണം. Oh, when the souls come into church, you have to be happy. എന്നാൽ അതിൽ നിന്റെ സന്തോഷം ഒതുങ്ങരുത്. But above that, your joy shouldn't be contained in that. കർത്താവ് പറയാണ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, And more than that, demons are subjected to you. നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിക്കണം. And you have to be happy because your name is written in heaven. അസാഫ് ചോദിച്ചു, സ്വർഗ്ഗത്തിൽ എനിക്ക് എന്തുണ്ട്? And Asaph asked, what is there for me in heaven? അസാഫേ, ഞാൻ പറയുന്നത് നിന്റെ പേര് സ്വർഗ്ഗത്തിലുണ്ട്. Oh, Asaph, let me tell you one thing, your name is in heaven. ഇന്ന് പകൽക്കാലം എനിക്ക് സന്തോഷിപ്പാൻ ഇടതരുന്നത് This morning I can be happy about one thing. എനിക്കൊരു ജോലിയുണ്ടെന്നുള്ള വിഷയത്തിലല്ല, It's not because I have a good job. കുടുംബമുണ്ടെന്നുള്ള വിഷയത്തിലല്ല, It's not because I have a good family. ആരോഗ്യമുണ്ടെന്നുള്ള It's വിഷയത്തിലല്ല, not because I have good strength. എന്റെ പേര് സ്വർഗ്ഗത്തിലുണ്ടെന്നുള്ള വിഷയത്തിലാണ്. Oh, it is because my name is written in heaven. Praise the Lord. Hallelujah. ഹല്ലേലൂയ. Praise God. നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നത് അത്രയും സന്തോഷം. And be happy because your name is written in heaven. അനേകരുടെ പേര് അനേക ഇടങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നു. You see many people's names written in different places. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. And please forgive me if I say ചില something. കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നിപ്പോകും. Sometimes when I see something, I have to say അത് it. പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. And that is the only way that it can be done. പേര് കാണാനായിട്ട് ആളുകൾ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ചിരി വരാറുണ്ട്. Sometimes I laugh at many people who take a lot of time to get their name somewhere. ഈ പെൻസിൽവേനിയയിലെ ഒരു കോൺഗ്രസ് നടന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. I know that there was a conference, that you all know that there was a conference in Pennsylvania. ആരും എന്നോട് പണം
സഭകളിലുള്ള എല്ലാവരെയും വിളിച്ചു കോൺഫറൻസിന്റെ കമ്മിറ്റിക്ക് വേണ്ടി. And all the churches were called for the committee of the conference. അവിടെ ഞാനും പാസ്റ്റർ ചെറിയാച്ചനും പോയി. And me and Pastor Cherian also went for that conference. എന്നെ വ്യക്തിപരമായി വിളിച്ച കാരണത്താലാണ് അവിടെ പോയത്. Because we were called individually, we went there. അവിടെ ഒരു മീറ്റിംഗ് നടന്നു. And there was a meeting there. മീറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ അതിന് ശേഷമുള്ള ഒരു ഫോട്ടോ എടുപ്പാണ്. And after the meeting, there was a photo ഈ session. ലോക്കലിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. And this only the local people in Pennsylvania was involved. അത് പറഞ്ഞപ്പോൾ And when that happened, അവിടെയുള്ള ഒരു തിക്കും തിരക്കും എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പ്രയാസം തോന്നി. and you saw this hurriness to make sure that they look good in the photo, when I saw that, I had a problem. എന്റെ ഭാഷയിൽ പറഞ്ഞാല് And in my language, കേരളത്തിൽ KSRTC ബസ് സ്റ്റാൻഡിൽ പിടിച്ചിടുമ്പോൾ and when the bus is in the bus stand in Kerala, അതിൽ കയറി പറ്റാനായിട്ട് ആളുകൾ ഒരു പരാക്രമമുണ്ട്. and you know how hurriedly people try to get into that bus somehow to get a seat. അതുപോലെയാണ് ഫോട്ടോ എടുക്കാൻ ഒരു പരാക്രമം കാണിച്ചത്. And that is the same scene I saw when they were trying to get into the photo. ഞാനും പാസ്റ്റർ ചെറിയാച്ചനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. And me and Pastor Cherian was looking at each other. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ ചെറിയാച്ചൻ ഞാൻ ഇവിടെ വെളിയിൽ ഇറങ്ങി. And after that, Pastor Cherian and me, we went out. അദ്ദേഹം പുറകിലത്തെ റോഡിൽ കൂടെ പുറകിലത്തെ ഡോറിൽ കൂടെ പുറകിലോട്ട് പോയി കാറെടുത്തു. And he went through the back door, he takes his car. ഞാൻ മുമ്പിലത്തെ ഡോറിൽ കൂടെ ഇറങ്ങി എന്റെ കാർ വിളിച്ചു. I went through the front door, took my car. ഇതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. We said that we don't need to be involved. Let's get out of ഫോട്ടോ here. എടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. It is not because I don't like to take my അതൊക്കെ photo. അത്തള്ളു കണ്ടപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. And we thought that so many people are hurrying to be in this photo. When we saw that, we just left. അനേകർക്ക് എവിടെയെങ്കിലും ഒക്കെ പേര് വേണമെന്ന് ആഗ്രഹം. Oh, many people need their name and their faces to be shown different places. ഈ സഹോദരൻ നിന്റെ പേര് സ്വർഗ്ഗത്തിലുണ്ടോ? Dear children of God, is your name in heaven? അവിടെ പേരില്ലെങ്കിൽ അത് മതി. Oh, if your name is just that, is enough for you. നിങ്ങളുടെ പേരൊക്കെ സെലിബ്രേഷൻ ലിസ്റ്റിൽ കണ്ടെന്ന് വരാം. And many times your name might be listed in the salutation ചില list. പേരുകളൊക്കെ മന്ത്രിമാരുടെ പേര് കണ്ടെന്ന് വരാം. Sometimes you might be in a high position, your name might be there. ഏകകാലമായി നമുക്ക് വലിയ സന്തോഷമുണ്ട് ഇപ്പോഴേ. And we are so happy as Keralites. കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ And when Congress is the one party that won in Kerala, കേരളത്തിലെ 6 പേരാ മന്ത്രിമാരായത്. there are 6 ministers who became in Kerala. പണ്ടൊക്കെ കേരളത്തിൽ ഒരു മന്ത്രിയാണെന്ന് വെച്ചാൽ വലിയ പ്രയാസമാണ്. And it is so hard to understand that if it's a minister in Kerala. ഇപ്പോൾ 6 പേര് കേന്ദ്രത്തിൽ മന്ത്രിമാരാണ്. Now you see that 6 people from Kerala are ministers. നല്ല കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മന്ത്രിമാരാകുന്നത്. It is good thing that our people have become ministers there. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ കാണുന്ന ഒരു വസ്തുതയുണ്ട്. When I was in India, I see something. ആ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ പലരുടെയും പേര് കാണാറുണ്ട്. And during the elections, many people's name are there. ഞാൻ നാട്ടിൽ പല വർഷങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. I have worked in India for many years. ഈ ഇലക്ഷന് വേണ്ടി നിൽക്കുന്നവരുടെ പേരൊക്കെ റോഡിൽ എഴുതി വെക്കും. And we see that these people, the candidates' name have been written on the roadside ഭിത്തിയിൽ എഴുതി വെക്കും. or alongside the walls. ബാനറിൽ എഴുതിയിട്ട് 2 മരത്തിൽ കെട്ടിവെക്കും. And it has been written on the banners hung by 2 trees. അവിടെയൊക്കെ പേരുകൾ ആരോ ഓരോരുത്തർ കാണുമ്പോൾ And when people look at these candidates and their names, അതൊക്കെ നോക്കി ഞാൻ സന്തോഷിക്കാറുണ്ട്. and I look at that and I become happy. ദൈവമേ, എവിടെയൊന്നും എന്റെ പേരില്ലെങ്കിലും Oh Lord, even though I did not have my name on these banners, ആർക്കും മാറ്റുവാൻ കഴിയാത്തൊരു പുസ്തകത്തിൽ എന്റെ പേര്. oh, there is a book that no one can change. My name is in that book. കർത്താവ് നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നത് എത്രയും The സന്തോഷിക്കും. Lord says that be joyful because your name is written in the book. ഒരു വാക്യം ഒന്ന് വായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. Let's read from verse Revelation chapter 20 verses 15. വെളിപ്പാടിൽ വായിച്ചാട്ടെ. വെളിപ്പാട് 20-15. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. Praise the Lord. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. If anyone's name is not found in the book of life, he will be thrown into the pit of fire. പേപ്പറിൽ പേര് വന്നെന്നുള്ളത് ശരിയാണ്. It is good that your name was in the paper. മാസികയിൽ പേര് വന്നുള്ള കാര്യം ശരിയാണ്. Oh, your name was in the magazine, that's okay. എന്നാൽ ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ തീപ്പൊയ്യാനുള്ള കാര്യം മറന്നു. Oh, but if your name is not written in the book of life, what is destined for you is the pit of fire. യെരമ്യാ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. In the book of Jeremiah, there's a verse like this. 17-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. In chapter 17, verses 13. എടുത്തൊരു ഇവിടെ വായിച്ചാട്ടെ. പ്രത്യാശയായ യഹോവേ, നിന്നെ അപേക്ഷിക്കുന്ന ഏവനും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. Praise the Lord. ദൈവത്തെ വിട്ടു പോകുന്നവരുടെ പേരെഴുതി വെക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? മണ്ണിൽ എഴുതി വെക്കും. And if you turn away from God, you know where your name will be written? It will be written in dust. ദൈവത്തിൽ സ്വന്തം ഞങ്ങൾ തിരുവനന്തപുരത്ത് 10 വർഷത്തോളം താമസിച്ചിട്ടുണ്ട്. I lived in Trivandrum for 10 years. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ബീച്ചിൽ പോകുക എന്നുള്ളത്. And I usually like to go to the beach. അതിനടുത്താണ് ഞങ്ങൾ And താമസിച്ചിരുന്നത്. we used to live very close by the ഈ beach. കുഞ്ഞുങ്ങളൊക്കെ കടന്നു വന്ന് അവിടെ കളിക്കുമ്പോൾ അവർ പേരൊക്കെ എഴുതി വെക്കും. And when these kids come and play, they write their names on the sand. ആ മണ്ണിൽ എഴുതി വെക്കും. And they write the names on their അവർ sand. എഴുതിയിട്ട് അപ്പുറത്ത് പോയി വരുമ്പോ പിന്നെ പേര് കാണത്തില്ല. And they just go and play aside and come back. The names are gone. അടിച്ചുകൊണ്ടിരിക്കുകയാണ്. Why? Because the wind is constantly ആ blowing. മണ്ണതിന്റെ പുറത്ത് ആ പേരിന്റെ മേലെ വീഴും. And when the sand falls on the name, പിന്നെ പേര് കാണത്തില്ല. then the name is vanishes away. It's not there. ദൈവത്തെ വിട്ടുപോകുന്നവരുടെ പേര് മണ്ണിൽ എഴുതി വെക്കും. The Lord says that if you go away from me, your name will be written in dust. പിന്നെ ഒരിക്കലും
the opportunity to write the names. ചാക്കോച്ചാ നീ പേര് എഴുതിക്കോന്ന് And പറഞ്ഞാൽ I said, Georgis Chako, you write the name. ഞാൻ ആദ്യം എഴുതാനായിട്ട് തുടങ്ങും. First I will start എന്റെ writing. കുടുംബത്തിന്റെ പേരിൽ എഴുതും. I'll start my family. എന്റെ അമ്മയുടെ പേര് എഴുതും. I'll write my mother's name. സഹോദരങ്ങളുടെ പേര് എഴുതും. All my brothers and sisters. സഭയിലെ എല്ലാവരുടെയും പേര് എഴുതും. All people in this church. എല്ലാവരുടെയും പേര് എനിക്ക് ഇഷ്ടമുള്ള എല്ലാവരുടെയും പേര് എഴുതി വെക്കും. I'll write everybody whom I like. ദൈവത്തിന് സ്തോത്രം. Hallelujah. പാസ്റ്റർ ചെറിയാച്ചനെ ഏൽപ്പിച്ചാല് If I give it to Pastor Charian, അല്ല ഞാനല്ല കർത്താവ് ഏൽപ്പിച്ചാൽ if God gives it to him, പേര് എഴുതാനായിട്ട് and if he is ordained to write the name, എന്റെ നിഗമനം കുമ്പനാട്ടുള്ള എല്ലാവരുടെയും പേര് താൻ എഴുതി വെക്കും. I believe that everybody in Kumanad, he's going to write their name. ആ പേരിലെ അവിടെ എഴുതി വെക്കും. And he will write all their names in that book. എന്റെ ചിന്താഗതിയാണ്. This is my thought. ഈ പാസ്റ്റർ നെൽസനോട് പറയാമെന്ന് And if I വിചാരിച്ചു. want to tell Pastor Nelson, പാസ്റ്റർ ഈ പേരിലൊന്ന് എഴുതാൻ പറഞ്ഞാല് and if God tells him, why don't you write the name? പാസ്റ്റർ പുനലുള്ള കുറച്ച് പേരുടെ പേര് എഴുതും. Pastor is going to write a few names from Punalur. പിന്നെ ബാക്കിയുള്ളവരുടെ പേര് മുളക്കഴിയുന്നവരുടെ പേര് തീരുമാനിക്കും. And then from Mulakara, he'll put some more names. അങ്ങനെയായിരിക്കും പാസ്റ്റർ നെൽസൺ എഴുതാൻ പോകുന്നതാണ് ഞാൻ And വിചാരിക്കുന്നത്. I believe that that's probably how he's going to write the name. പാസ്റ്റർ പി കെ തോമസിനെ എടുക്കാം നമുക്ക്. Okay, let's take Pastor P.K. Thomas. അദ്ദേഹം തീർച്ചയായും ഗോസ്പൽ ഫോറേഷയുടെ പേരുടെ പേര് എഴുതും. Very surely he'll write a few names from Gospel for അവിടെ Asia. നിർത്തിയിട്ട് And after putting full stop, നേരെ അവൻ ഡൽഹിയിലേക്ക് പോകും. and after that he goes to Delhi. പഞ്ചാബിലും ഡൽഹിയിലുള്ള അനേകരുടെ പേര് എഴുതി There are വെക്കും. many names of Punjab and Delhi he's going to write in that book. ദൈവത്തിന് സ്തോത്രം. Hallelujah. പാസ്റ്റർ സോളമനെ വിടാൻ പറ്റത്തില്ലല്ലോ. And we cannot leave Pastor Solomon alone. സോളമനോട് പറയുക പേര് എഴുതാൻ And പറഞ്ഞാൽ if he was given a task of writing the names, നിശ്ചയമായും തിരുവനന്തപുരത്തുള്ള എല്ലാവരുടെയും പേര് എഴുതി വെക്കും. he is surely going to write everybody's name in Trivandrum. ഡൽഹിയിലുള്ള ജനങ്ങളൊക്കെ പേര് എഴുതി വെക്കും. He'll write a few people from Delhi. എന്നാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ പേര് എഴുതുന്നതുകൊണ്ട് But because all of us write like this, ദൈവം പറഞ്ഞു നിങ്ങൾ ആരും പേര് എഴുതരുത്. God said that I'm not giving you that പേര് authority. എഴുതുന്നത് ഞാൻ തന്നെയാണ് പറഞ്ഞു. The name will be written by me. ആർക്കെങ്കിലും സംശയമുണ്ടോ? And are you doubtful? പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വന്നു. വേഗത്തിൽ കടന്നു വരാം. 32-ാം അധ്യായം 32, 33 വാക്യം വായിക്കാം. In Exodus chapter 32 verses 32 and 33. വേഗത്തിൽ വായിച്ചാണ്. നീ അവരുടെ പാപം ക്ഷമിക്കണമേ. ആ. അല്ലെങ്കിൽ നീ എഴുതിയതിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. ആ മോശ ദൈവത്തിന്റെ അടുക്കലേക്ക് നിന്ന് പറയുകയാണ്. And Moses go unto God and he says like this. ദൈവമേ നീ അവരുടെ പാപം മോചിച്ചു കളയണമേ. And Lord, take away the sin that is in them. അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല എങ്കിൽ If you're not doing so, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് വായിച്ചു കളയണം. if you're not doing so, then blot me from the book that you have written. അപ്പോ എഴുതുന്നവർ ഒരുവൻ മാത്രമേ ഉള്ളൂ. But do you have to understand that therefore the person who writes is only one? വായിച്ചു കളയാൻ കഴിവുള്ളവർ ഒരുവൻ മാത്രമേ There's ഉള്ളൂ. only one person who can blot it out as അത് well. നമ്മുടെ ദൈവം മാത്രമാണ്. And that is our God himself. അവൻ എഴുതി കഴിഞ്ഞാൽ ആർക്കും വായിക്കാൻ കഴിയില്ല. Hallelujah. If he writes, no one can blot it away. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അതിൽ നിന്ന് നിങ്ങൾ സന്തോഷിപ്പിക്കുന്നത്. That is why God says, be happy because of it. Hallelujah. ദൈവത്തിന് സ്തോത്രം. Praise God. നിങ്ങളെല്ലാം കൂടെ വിചാരിക്കുന്നത് ചാക്കോച്ചൻ നല്ലതാണ്. And you probably think that I'm a good person. അതുകൊണ്ട് ചാക്കോച്ചന്റെ പേര് സ്വർഗത്തിൽ എഴുതണം. Therefore, you have to write his name in heaven. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു മെമ്മോറാണ്ടം എഴുതിയിട്ട് And so you all write a memorandum. ഇവിടെയുള്ള PC നാക്കിന്റെ കൺവീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ ദേവദാസന്മാരെയും കൂടെ വിളിച്ചിട്ട് And if you call everybody who is conveners of PCNAC, അവരെ കൊണ്ടൊരു മെമ്മോറാണ്ടം എഴുതിച്ചിട്ട് and if you write a memorandum by them, കർത്താവിന് അയച്ചു കൊടുത്താൽ and if you send that to God, കർത്താവ് ഒരിക്കലും പരിഗണിക്കത്തില്ല. God will not accept it. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു. I'll tell you something else. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ Something just happened in Kerala. അവിടെ എപ്പോഴും പണിമുടക്കാണ്. And every day people lose their ആ job. സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ എപ്പോഴും സത്യാഗ്രഹമാണ്. And there's always a strike going on in Kerala. ഇവിടെ അമേരിക്കയിലെ എല്ലാ പെന്തക്കോസ്തുകാരും കൂടെ ചേർന്നിട്ട് And all the Pentecostals in America. എല്ലാവരും കൂടെ ചേർന്ന് പറയാണ് ചാക്കോച്ചന്റെ പേര് അവിടെ എടുക്കണമെന്ന് പറഞ്ഞാൽ And if you say that to take the Pastor Chaco's name from there, ഒരു വിധത്തിലും കർത്താവ് അത് എടുക്കത്തില്ല. and there's no way that God is going to accept അവിടെ that. ഒരു റെക്കമെൻഡേഷൻ നടക്കത്തില്ല. There is no recommendation in that place. എഴുതുന്നത് ഒരുത്തൻ മാത്രമാണ്. There's only one person that has authority to write. വായിക്കാൻ കഴിവുള്ളവൻ ഒരുവൻ There's മാത്രമാണ്. only one person who can erase that name as well. ദൈവത്തിന്റെ പേര് അവിടെ ഉണ്ടോ? This morning is your name there. ഇന്ന് നിന്റെ പേരില്ലെങ്കിൽ make sure your name is there. Hallelujah. This morning, if your name is not there, make sure your name is there. Hallelujah. രാവിലെ ചിന്തിച്ചപ്പോൾ എന്റെ ചിന്തയിലേക്ക് കടന്നു വന്ന മറ്റൊരു ഭാഗമുണ്ട്. When I was thinking about this, something else came to my mind. 87-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. Let's go to Psalm 87, അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 4 to 6. ഞാൻ എന്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബിനെയും ബാബേലിനെയും ഫെലിസ്ത്യർ സോർ കൂശ് എന്നിവരെയും പ്രസ്താവിക്കും. ആമേൻ. ഇവൻ അവിടെ ജനിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെ കുറിച്ച് പറയും. ആമേൻ. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ And when God counts these people, ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. it will be written that he was born in this place. 87-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ And when you read from the Psalm from verses 1, ആ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് ചെല്ലുവാൻ യാതൊരു
പല പ്രാവശ്യം വായിച്ചു തീർത്തിട്ടുണ്ട്. Many times we have finished the entire Bible, reading the entire Bible in our prayer, family prayer. ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയില് വെളിപ്പാട് പുസ്തകം വായിച്ച് അവസാനിപ്പിച്ചു. And we finished the book of Revelation the other ഈ day. ആഴ്ചയിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വീണ്ടും തുടങ്ങി. And we're going to start again from the book of Matthew. സാലി പറഞ്ഞു മത്തായിയുടെ സുവിശേഷം ഒന്നാമത്തെ എല്ലാം പേരാണ്, നമുക്ക് രണ്ടേ തുടങ്ങാം. My wife said that there are so many people's name in Matthew 1, so let's start from chapter 2. രണ്ടേ തുടങ്ങി. And we started from chapter 2. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക്. And after all the prayer, I went back to chapter 1. ഞാൻ ഒന്നാം അധ്യായം എല്ലാം വായിച്ചു. And I started reading from chapter 1. വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടാത്ത ചില കാര്യങ്ങൾ. And there are certain things that I couldn't understand from അവിടെ that. അബ്രഹാമിനെ തുടങ്ങി ഇങ്ങോട്ട് വംശാവലി എഴുതുകയാണ്. And it talks about the genealogy starting from Abraham. ഞാൻ അതിലേക്കൊന്ന് കടക്കാനായിട്ട് Let താല്പര്യപ്പെടുന്നു. me just go there very quickly. അവിടെ അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പ്രകാരമാണ് അങ്ങനെ തലമുറകളായ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോടും 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോടും 14. And it says in verses 17, thus there were 14 generations in all from Abraham to David, 14 from David to the exile of Babylon, and 14 from the exile to Christ. അവിടെ രണ്ടാം വാക്യത്തിൽ അബ്രഹാമിനെ പറഞ്ഞാണ് തുടങ്ങുന്നത്. It starts with Abraham and Isaac in verses 2. അബ്രഹാമിനെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ കാര്യമൊക്കെ It പറയുന്നു. talks about Abraham, Isaac, and Jacob. പിന്നെ താഴോട്ട് വരുമ്പോൾ ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്, താമാർ എന്ന് പറയുന്ന സ്ത്രീ. And we see what a woman mentioned here. Her name is Tamar. പിന്നെ താഴോട്ട് വരുമ്പോൾ 4-ാം വാക്യത്തിൽ രാഹാബിന്റെ കാര്യം പറയുന്നുണ്ട്. And in verses 4, it talks about Rahab. താഴോട്ട് പിന്നെയും വരുമ്പോൾ രൂത്തിന്റെ കാര്യം പറയുന്നുണ്ട്. And below again, we see Ruth mentioned here. ഞാൻ സാരമൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറെ നേരം ഇവിടെ ഇന്ന് ചിന്തിപ്പാനിടയായി. I did not tell my wife, but I was thinking about this. ദൈവമേ, വംശങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി വരുമ്പോൾ Oh Lord, when you're writing all these generations, അബ്രഹാമിനെ തുടങ്ങി ഇങ്ങോട്ട് എഴുതുമ്പോൾ and when you start from Abraham, അബ്രഹാമിനെ കണ്ടാൽ ഞാൻ ഇങ്ങനെ ചോദിക്കും. and if I saw Abraham, I'm going to ask him like this. കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും എല്ലാവരും അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും പന്തിക്കിരിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. In Matthew 8 it is written that everyone from the east and the west is going to sit down with Abraham. അന്ന് അബ്രഹാമിനെ കാണുകയാണെങ്കിൽ ഇപ്രകാരം ചോദിക്കണമെന്ന് എനിക്ക് And തോന്നുന്നു. I probably think that if I saw Abraham, I would ask him like this. അബ്രഹാമേ, എനിക്ക് തങ്ങളെ വലിയ സ്നേഹമാണ്. Oh Abraham, I love you so much. എനിക്ക് വലിയ ബഹുമാനമാണ്. I honor you so much. വിശ്വാസികളുടെ പിതാവ് എന്നുള്ള പേരുണ്ടല്ലോ. And you are the father of all saints. അങ്ങേ കാണാനുള്ള അവസരം തന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God because I was able to meet you. ഇസ്ഹാക്കിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. And the same applies to Isaac. ഇസ്ഹാക്ക് വല്ലപ്പോഴൊക്കെ ധ്യാനിക്കുന്ന മനുഷ്യനായി. And once in a while he meditated. അതിനുശേഷമായിട്ട് യാക്കോബിന്റെ കാര്യം എടുക്കാം. And let's take the story of Jacob. ഉപായി എന്നാണ് എന്റെ പേര്. He was a cheater. ഞാനാണെന്ന് ചോദിക്കാൻ എങ്ങനെ യാക്കോബ് എങ്ങനെ ഈ ലിസ്റ്റിൽ വന്നു? This deceiver Jacob, how did he come into this list? നമ്മളൊക്കെ യാക്കോബിനെ കാണുമ്പോൾ ഉപായിയാണെന്ന് പറഞ്ഞു. Many times we look at Jacob and we think that he's a deceiver. എന്നാൽ അതിനേക്കാൾ വലിയ ഉപായിമാരാ നമ്മളൊക്കെ. But we all are bigger deceivers than him. യാക്കോബ് ഉപായി എന്ന് പറഞ്ഞു ഇവിടെ വലിയ എളുപ്പമാണ്. It's very easy to say Jacob is a deceiver. നമ്മുടെ കാര്യങ്ങൾ തട്ടിപ്പം വിട്ടു പോകുന്ന യാതൊരില്ലായിരുന്നു. Oh, but everything that is in our hands, Jacob did not handle. നമുക്ക് കാല് വാരാനറിയാം, കാല് വെട്ടാനറിയാം. ദൈവത്തിന്റെ സ്വന്തം നമുക്കറിയാം. And we know more things that is deceiving than what Jacob knew. നമ്മുടെ ഭാഷയിൽ പറയുന്നൊരു കാര്യമുണ്ട്. There are certain things that we say in our language. കോഴിയെ പറപ്പിക്കാൻ നല്ല പരിചയമുള്ളവരാണ് നമ്മളൊക്കെ. And we usually try to make the fried chicken fly. ഇരിക്കുന്നവരുടെ കാര്യമില്ല പറയുന്നത്. I'm not talking about people here. നമ്മുടെ ആൾക്കാരുണ്ടെങ്കിൽ And there are some people like that. എന്തെല്ലാം പറഞ്ഞു പിടിപ്പിക്കാൻ Oh, do കഴിയുന്നു. you know how many different things that they can say about? യാക്കോബിനെ കുറ്റം പറയും. And they blame Jacob. യാക്കോബ് പറയുമോ യാക്കോബ് ഉപായിയാണെന്ന് പറയും. And they say that Jacob is a deceiver. യാക്കോബ് കളിപ്പേറിയാണെന്ന് പറയും. And you say that Jacob is a cheater. ഇതൊന്ന് സഹിക്കാം. And all this we can യാക്കോബിനെ understand. സഹിക്കാം. Jacob can take ഈ everything. താഴോട്ട് വന്ന ഈ സഹോദരിമാരുടെ പേര് വായിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസം. And when we come down, when we see the sister's name, I had a problem. ദൈവമേ, എങ്ങനെ ഇവരൊക്കെ ഈ ലിസ്റ്റിൽ വന്നത്? Oh Lord, how did these sisters come to be? എവിടെയൊക്കെ പേരെങ്ങനെ ഇവിടെ എഴുതിയത്? How was their names written in this book? ദൈവാത്മാവിനോട് ഒരു കാര്യം പറഞ്ഞു. Spirit of God told me something. എന്റെ കുഞ്ഞെ, എന്റെ സ്നേഹത്തിന് കടന്നു പോകാൻ കഴിയാത്ത ഒറ്റ സാധനമില്ല. There is no place that my love cannot reach. ലോകത്തിൽ ആരും നിന്നെ കണ്ടില്ലെങ്കിൽ And even though no one looks at you in the world, നിന്നെ അടുക്കലേക്ക് കടന്നു വരുന്ന സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. there is a love that can come right next to it. It is the love of God. ആത്മാവിന്റെ അടുക്കിലേക്ക് വരുന്ന സ്നേഹമാണ്. Oh, it is the love that can come to Tamar. അത് വേശ്യയായ ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. It can go to this woman who had a bad background. ഏതൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. This is a great love that can go and touch any life in the ആ world. പേരിടുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമാകുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God because He is the one who writes their names. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് Hallelujah. പകൽക്കാലം എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. This morning I'm happy about something. എന്റെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിട്ടുണ്ട്. My name is written in heaven. ആ ഉറപ്പുള്ള എത്ര പേര് ഇവിടെയുണ്ട്? How many of you have that assurance this morning? ദൈവത്തെ
ചോദിച്ചിട്ടുണ്ട്. Asaph asked God, what do I have in heaven? ഒന്നാമതായിട്ട് എന്റെ പേര് സ്വർഗ്ഗത്തിലുണ്ട്. Number one, my name is in ഞാൻ heaven. വിചാരിച്ച വിഷയം തീരത്തില്ല. And I will not be able to finish my message ദൈവം here. വിചാരിച്ച പിന്നെ മറ്റൊരു ദിവസം കണ്ടിന്യൂ I ചെയ്യാം. would like to continue this message some other നാല് day. കാര്യം കൂടെ നമ്മുടെ പേര് സ്വർഗ്ഗത്തിലുണ്ട്. നാല് കാര്യങ്ങൾ. There are four more things that are in heaven for us. നമ്മുടെ പേരിനെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. We just thought about our name. നമ്മുടെ പേര് സ്വർഗ്ഗത്തിലുള്ളവരെ I praise God because our name is in heaven. നമ്മുടെ പേര് സ്വർഗ്ഗത്തിലുണ്ടെങ്കിലേ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും. Only if our name is in heaven can we even get there. പേര് മായ്ച്ചു കളയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരരുത്. There shouldn't be any experiences in our lives where such that God should blot away that name. പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ നമുക്ക് ഇടയാക്കട്ടെ. Every day let us fearfully take our spiritual life one step ahead. നേടി ഇവിടെ അവസാനിപ്പിക്കണമെന്ന് ആകെ നമ്മുടെ ചിന്ത. And let not our intention be that we need to gather some certain things in heaven on earth. നമുക്ക് അക്കരെ ചെന്നെത്തണമെന്നാണ് നമ്മുടെ ചിന്തയായിരിക്കേണ്ടത്. We should always have higher thoughts of getting into heaven. ഞാൻ മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. I was born and brought up in the Malcolm family. മർത്തോമാ ഇടവകയിൽ ഇടവകയോഗങ്ങൾ നടത്താറുണ്ട്. There used to be certain meetings when I was in that church. ഓരോ ഭവനങ്ങളിലും പ്രാർത്ഥന നടത്താറുണ്ട്. And in different houses these meetings were held. ഞാൻ വെറും ബാലകനായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗിനെ പറ്റി ഞാൻ ഓർക്കാറുണ്ട്. When I was a young boy, I remembered about a small meeting that was in our house. മർത്തോമയിൽ ഒരു ഉപദേശി വന്ന് താൻ പ്രസംഗിപ്പാനിടയായിരുന്നു. A priest from Marthamite background, he came and he started preaching. അദ്ദേഹം നിത്യയിൽ ഇപ്പോൾ വിശ്രമിക്കുന്നുണ്ട്. And he is with the Lord right now. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്റെ ഓർമ്മയിൽ കടന്നു വരുന്നുണ്ട്. And when he was preaching, he said something that I remember still now. പേര് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. There is a day that God will call your name. എന്റെ പേര് വിളിക്കുമ്പോൾ That when God calls my name, ഞാൻ വലയിൽ നിന്ന് പുറത്തു വരുന്ന മീനിനെ പോലെ തുള്ളിച്ചാടുമെന്ന് ഞാൻ പറഞ്ഞു. I will jump up just like a fish out of the net. അത് അദ്ദേഹത്തിന് വലിയ ഉറപ്പായിരുന്നു. Do you know why? Because he had such assurance. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്നുള്ള കാര്യം. He knew that his name was written in the book of life. ഒരു ബാലകനായിരുന്നപ്പോൾ ആ ചിന്ത എന്റെ ഹൃദയത്തിൽ ഭരിപ്പാനിടയായിരുന്നു. And as a small boy, that word struck my life. ആ ചിന്തയാൽ 12-ാമത്തെ വയസ്സിൽ കർത്താവിനെ രസമായി ജീവിപ്പാൻ കർത്താവ് ആക്കിയിരുന്നു. With that thought in the prime age of 12, I accepted my Christ. ഇന്നുവരെ എന്നെ ഭരിക്കുന്ന കാര്യമുണ്ട്. എന്റെ പേര് സ്വർഗ്ഗത്തിലുണ്ട്. Oh, from that day there is a thing that is governing me. My name is written in the book of life. ആർക്കും മായ്ച്ചു കളയാൻ കഴിയത്തില്ല. There can be nobody that can take away that name from that book. ആ പേര് മാറ്റുവാനായിട്ട് കഴിയത്തില്ല. There's no one on this earth that can blot that name away. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുവാനിടയായിട്ടുള്ളത്. That is why the poet sings like this. പേര് വിളിക്കുന്നേരം കാണും എൻ പേര്. And when my name is called out of yonder, I'll be there. കഴിഞ്ഞ ഒരു ദിവസം കർത്താവിന്റെ മുഖത്തോളം വേല ചെയ്ത് അക്കരനാട്ടിൽ എത്തിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the great person who did this great work on ministry in this world, and he's with the Lord right now. പിതാവ് പാസ്റ്റർ മാത്യു കഴിഞ്ഞ 87 വർഷമായി കർത്താവിന്റെ മുഖത്തോളം വേല ചെയ്യുവാനിടയായിട്ടുണ്ട്. Joining with the brothers, father, Pastor Matthew, he's been in the vineyard of the Lord for a very long time. കഴിഞ്ഞ ദിവസം കർത്താവ് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാനിടയായിട്ടുണ്ട്. And the Lord took him away the other day. എനിക്കൊരു പ്രത്യാശയുണ്ട്. And he had a great hope. ആ പേര് വിളിക്കുന്ന നേരം എന്റെ പേര് ഞാൻ കാണും. When my name is called, I will be there. Hallelujah. എല്ലാവർക്കും ധ്യാനത്തോടെ പാട്ടിന്റെ ഒരു അടി പാടാം. And let us sing that with great meaning. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോര ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭതായി പാനുയർക്കുതാൻ വാഴ്ത്തമാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണും എന്തേരോ നേരം
If your name is called today, will you be there? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. Let us close our നമുക്കൊരു eyes. പ്രാവശ്യം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. Let us submit our lives and examine ദൈവം ourselves. നമുക്ക് വലിയൊരു ജീവിതം തന്നു. God has given us a great അത് life, കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനാണ്. and that life is to please God, നല്ലവിധേനെ ജീവിപ്പാനല്ല കർത്താവ് നമുക്ക് ചാക്രിക്കുന്നത്. not to live somehow. കർത്താവ് നമ്മെ സ്നേഹിച്ചത് നമ്മളെ അക്കരെ കൊണ്ടെത്തിപ്പാനാണ്. God loved us because He wants to take us to the നമ്മുടെ other കുടുംബത്തിൽ shore. എഴുതിയിട്ടുള്ള ഉറപ്പുണ്ടെങ്കിൽ And if you have the assurance that your name is written, നമ്മുടെ താല്പര്യം അതായിരിക്കണം, നമുക്ക് അക്കരെ ചെല്ലണമെന്നുള്ളത്. let our wish be that we need to get to the other അതിന് shore. ഹാനികരമായി നിൽക്കുന്ന ഏതൊരു വിഷയം കടന്നു വന്നാൽ If there is anything that is hindering that in your life, അതിൽ നിന്ന് നമുക്കൊരു വിട ചൊല്ലുവാനിടയായിത്തീരട്ടെ. this morning let us ask God for അത് it. വേണ്ടായി നമുക്ക് ഒരിടയായിത്തീരട്ടെ. Let us take away all those things in our lives. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ചെന്നെത്തണമുള്ള ഒരു കാര്യം മാത്രം നമ്മുടെ ചിന്താവിഷയമായി There should be only one focus in our lives, somehow get unto God. അതിനായി നമ്മെ തന്നെ സമർപ്പിച്ചോട്ടെ. Let us submit ourselves for that and let us pray. ഇന്നാണ് കാഹളം കേൾക്കുന്നത്. If today is the trumpet call, ഇന്നാണ് കർത്താവ് മടങ്ങി വരുന്നത്. if today is the day that Jesus comes back, ദൈവത്തിന്റെ വൈദ്യരെ നിന്റെ പേരവിടെ കാണും. oh child of God, is your name there? പള്ളിയിൽ വന്നുള്ള കാര്യം ശരിയാണ്. It is good that you came to church. ചർച്ചിന് വേണ്ടി കൊടുത്തെന്നുള്ള കാര്യം It ശരിയാണ്. is good that you donated to church. അനേക കാര്യങ്ങൾ ചർച്ചിന് വേണ്ടി ചെയ്തെന്നുള്ള കാര്യം ശരിയാണ്. It's good that you did so many things for എന്നാൽ church. നിന്റെ പേരവിടെ ഉണ്ടോ എന്ന് പലകാലം ചിന്തിക്കാം. Oh, but is your name there? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Let us submit ourselves to the hands